ഇഷ്ടമുള്ള ഏറ്റവും ആസ്വദിച്ച് പഠിക്കുന്ന വിഷയം ഇംഗ്ലീഷാണ്. നല്ല ഭാഷാസ്വാധീനം. അത് കഴിഞ്ഞാൽ പഠിക്കാൻ ഇഷ്ടം കണക്കാണ്. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഇഷ്ടവിഷയത്തോടുള്ള അത്ര സ്നേഹമില്ലെങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ആ വിഷയങ്ങൾക്കും മോഡൽ പരീക്ഷയ്ക്ക് എല്ലാ വിഷയങ്ങൾക്കും 80% മാർക്കെന്നാണ് ആ വീട്ടിലെത്തി MJ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരുടെ സാക്ഷ്യം. അവന്റെ ബുദ്ധി ഷാർപ്പായതുകൊണ്ട് മാത്രമല്ല, അധ്വാനിച്ച് പഠിച്ചു നേടിയ മാർക്കാണ്. അങ്ങനെ പഠിക്കുമ്പോഴും ഷഹബാസിന് തുകൽപ്പന്ത് ജീവനാണ്. പുനൂർ ടർഫിലെ ഡിഫൻഡർ, നാട്ടിലെ ഫുട്ബോൾ താരം. പഠിക്കുമ്പോഴും കളിക്കുമ്പോഴും ഒക്കെ 10ാം ക്ലാസ്സുകാരന്റെ പ്രായത്തിനപ്പുറമാണ് ചുമതലാബോധം. ആ വാപ്പ പ്രവാസിയായി കഷ്ടപ്പെട്ടത് നാട്ടിൽ വന്നിപ്പോ കൂലിപ്പണിക്ക് പെയിന്റ് അടിക്കാൻ പോയി വിയർപ്പ് നീരാക്കുന്നത് വീട് പോറ്റാനാണെന്നും എത്രയും പെട്ടെന്ന് മിടുക്കനായി പഠിച്ച പിതാവിനൊരു കൈത്താങ്ങാവണം. പണിതീരാത്ത വീട് പൂർത്തീകരിക്കാൻ എന്റെ സംഭാവന കൂടി വേണം എന്നുറപ്പിച്ചൊരു മകനാണ്. ഭാവിയിൽ വീടിന്റെ മാത്രമല്ല ഈ നാടിന്റെ വാഗ്ദാനമാകേണ്ടവരാണ്. ഇന്ന് ആ വാപ്പയുടെയും ഉമ്മയുടെയും പ്രാർത്ഥനാനുഗ്രഹങ്ങൾ വാങ്ങി സ്കൂളിലേക്ക് റിവിഷൻ പൂർത്തിയാക്കി മലയാളം പരീക്ഷയ്ക്ക് പോകുന്ന ഒരു വിദ്യാർത്ഥിയാണ്. റമദാന്റെ 1ാമത്തെ നോമ്പ്. അത് പൂർത്തിയാക്കി പ്രിയപ്പെട്ട മകന്റെ പരീക്ഷാ വിജയത്തിനടക്കം പ്രാർത്ഥിക്കേണ്ട ഒരു ഉമ്മയും വാപ്പയും. മൂത്ത മകൻ പൊന്നോമന ആ കിടവൂരിലെ പള്ളിക്കാട്ടിൽ ആറടിത്താഴ്ചയിൽ ഒറ്റയ്ക്കാണല്ലോ പടച്ചവനെ എന്ന് നീറി അകാലത്തിൽ പുത്രദുഃഖത്തിലേക്ക് വലിച്ചെറിഞ്ഞ കൊടും കുറ്റവാളികൾ ഇന്ന് പോലീസ് സുരക്ഷയിൽ ആദ്യ പരീക്ഷ പൂർത്തിയാക്കിയതും കണ്ടതാണ് കേരളം. സ്വാഭാവികമാണ്, ധാർമ്മിക രോഷം. പക്ഷെ അതാണ് രാജ്യത്തിന്റെ നിയമം. കുറ്റവാളിക്കൂട്ടത്തിന് പരീക്ഷ എഴുതാനുള്ള അവകാശങ്ങളെ പറ്റിയുള്ള കാണ്ടം സൈബർ ക്യാപ്സുകൾ തുറക്കുന്നുണ്ടെങ്കിലും ആ ചട്ടവും നിയമവും എന്താണെങ്കിലും മകനും മയ്യത്ത് നിസ്കരിക്കേണ്ടി വന്ന ഒരു അങ്ങേയറ്റം നിസ്സഹായനായ അച്ഛനു വേണ്ടി ശബ്ദമുയർത്തിയ സംഘടനകൾക്ക്, അതിന്റെ നേതൃത്വങ്ങൾക്ക് ഹൃദയാഭിവാദ്യങ്ങൾ. കേരളമേ, ഈ മാരക മരുന്നുകൾ വലിച്ചു കയറ്റി നെഞ്ചക്കും മാരകായുധങ്ങളുമായി ആർത്തലയ്ക്കുന്ന ഭ്രാന്തൻ കൂട്ടത്തിന് കുത്തിക്കീർത്തിങ്ങാൻ ഞങ്ങൾക്കിനി മക്കളില്ല എന്ന ആർജവത്തോടെ മുന്നോട്ടിറങ്ങേണ്ട ഒരു കറുത്തകാലമാണ്. കെട്ടകാലത്തിന്റെ ആധികളിൽ നിന്ന് നാടിന്റെ സഭയിലും കേട്ടു കേരളം. അതിലെ വാക്പോരും രാഷ്ട്രീയ കോട്ടെ. കഞ്ചാവും കടന്ന് MDMA-യും LSD-യും കടന്ന് കെറ്റമനും GST-യും അടക്കം പേരറിയാത്ത അത്യാധുനിക ലഹരികൾക്ക് ഡാർക്ക് വെബ് ഒരു നരകം വാതുറക്കുന്ന കാലത്ത് ഈ നടപടി പോരാ. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, വേണ്ടത് സാരോപദേശമല്ല, നാടിനെ കാക്കാൻ ആനുപാതികമായ ആക്ഷൻ പ്ലാനാണ് എന്ന് പ്രതിപക്ഷം സഭയിൽ പറയുന്നതിൽ രാഷ്ട്രീയം കാണേണ്ട ഈ നാടിന്റെ ശബ്ദമാണ്. എൻഫോഴ്സ്മെന്റ് ആയുധമെടുത്ത് അന്തിമ യുദ്ധത്തിൽ ഇറങ്ങണം സർക്കാർ. മക്കളെ കാക്കാൻ ഒരു വൻമതിൽ തീർക്കാൻ കൈകോർക്കണം. നമ്മൾ മനുഷ്യത്വം മരവിച്ചു മരിക്കാത്ത മനുഷ്യർ. മിണ്ടാതിരിക്കുന്നവർ, മൗനം കൊണ്ട് പിന്തുണയ്ക്കുന്നവർ, രാഷ്ട്രീയ ന്യായം ചമയ്ക്കുന്നവർ, ഈ നാടിനെ കഴിവേറ്റാൻ നാർക്കോസ് തമ്മാടിക്കൂട്ടത്തിന് ദാസ്യപ്പണി ചെയ്യുന്ന പങ്കാളിപ്പട.